അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു 4 മാസത്തോളമായി റെഗുലറായിട്ട് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഏകദേശം 11,100 സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് 10,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ എന്താ പറയുക 0 to 100 ലെവലിൽ നിങ്ങൾ തുടക്കം തൊട്ട് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ്. എൻ്റെ കൂടെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് അങ്ങനെ ഒരുപാട് ഇൻട്രാക്ഷൻസ് വന്നേക്കുന്ന സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. ഏകദേശം ഒരു 4 മാസത്തോളമായി നമ്മൾ വീഡിയോ റെഗുലറായിട്ട് ഇടയ്ക്ക് 1-2 വീഡിയോസേ വരുന്നുള്ളൂ. സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ ഒന്ന് പറയാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ്. എനിക്ക് എന്താ പറയുക എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ നിങ്ങളോട് പറയണം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ വീട് മാറിയിരുന്നു ജനുവരിയിൽ ഇങ്ങോട്ടേക്ക്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു 4 റൂം ഷോപ്പ് ഉണ്ടായിരുന്നു. ഒരു 3 റൂം നമ്മുടെ ഫർണിച്ചർ ഷോപ്പും വാപ്പാടെയാണ് പാരൻസ് നോക്കുന്നതാണ്. ഒരു റൂം എനിക്ക് തന്നിരുന്നു, ഒരു 220 സ്ക്വയർ ഫീറ്റ് റൂം എനിക്ക് തന്നിരുന്നു. അപ്പോൾ അതിൽ എനിക്കിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് യൂസ്ഡ് 2 വീലേഴ്സിൻ്റെ സെയിലാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക സ്റ്റോക്ക് എടുക്കൽ, പിന്നെ ലൈസൻസ് എടുക്കൽ, പഞ്ചായത്തിൽ ലൈസൻസ് എടുക്കുമല്ലോ. അപ്പോൾ ലൈസൻസ് എടുക്കൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകെ ആയിരുന്നു. ഞാൻ ഒന്ന് ക്ലിയർ ആയത് ഈ ഡിസംബർ പകുതി ആയപ്പോഴാണ് അതിൻ്റെ വർക്കെല്ലാം ഒന്ന് ക്ലിയറായി സെയിലൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ വർക്കിലേക്ക് പോയപ്പോൾ നമ്മുടെ ചാനലും അതുപോലെ തന്നെ വീഡിയോസ് ഷോർട്സ് എല്ലാം മുടങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്താ പറയുക നമ്മളെ യൂസ്ഡ് ബൈക്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് 1-2 വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. പുതിയ വണ്ടികളുടെ വീഡിയോസ് ഇടാനായിട്ട് മുടങ്ങിപ്പോയി എന്ന് തന്നെ പറയാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ ജുപ്പിറ്റർ പുതിയ മോഡൽ വന്നപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു. ഈ വർഷം ഇന്നിപ്പോൾ ജനുവരി 7-ാം തീയതിയാണ്. അപ്പോൾ ജനുവരി 7-ാം തീയതിയാണ് ഞാൻ ഫസ്റ്റ് ഇന്നിപ്പോൾ ഓൾറെഡി ഞാൻ TVSൻ്റെ റേഡിയോൺ 110cc വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകെ എൻടോർക്ക് മാറ്റ് ബ്ലാക്കിൻ്റെയും പിന്നെ എൻടോർക്ക് ബേസ് മോഡലിൻ്റെയും വീഡിയോസ് ഓൾറെഡി നാളെ മറ്റന്നാളായിട്ട് ചാനലിൽ വരും. പിന്നെ അത് കൂടാതെ ഹോണ്ടയുടെ പുതിയ യൂണിക്കോൺ 160 LED ഹെഡ്ലൈറ്റിൻ്റെ പുതിയ വീഡിയോ വരുന്നുണ്ട്. ആക്റ്റീവ 125 പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പുതിയ മോഡലിലെ വീഡിയോസ് എല്ലാം നമ്മളിപ്പോൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റെഗുലറായിട്ട് ഇനി ഒരു ആഴ്ചയിൽ 3 വീഡിയോ 3 ഷോർട്സ് അതുപോലെ തന്നെ ഒരു മാസം നമുക്കൊരു 15-20 വീഡിയോ ആവറേജ് ചെയ്യാനായിട്ടാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഞാനും രാഹുലുണ്ട് ഇപ്പോൾ കൂടെ. രാഹുൽ നിങ്ങൾക്കറിയാം നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ പുള്ളി എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ രാഹുൽ തിരിച്ച് വന്നിട്ടാണ് വർക്കെല്ലാം ഒതുങ്ങി ഈവനിങ് ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഷോറൂംസിൽ വിസിറ്റ് ചെയ്ത് വീഡിയോസ് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റെഗുലറായിട്ട് ഇനി വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പറയാനായിട്ടാണ് വരുന്നത്. കൂടുതൽ 2 വീലേഴ്സിൻ്റെ ആയിരിക്കും വരിക. കൂട്ടുകാരുടെ നമ്മുടെ ചാനൽ കുറച്ച് ഗ്രൂമിങ്ങിൻ്റെ അതുപോലെ തന്നെ മെൻസിൻ്റെ സ്റ്റൈലിങ് ഗ്രൂമിങ് എന്താ പറയുക പുതിയ ട്രെൻഡ്സ് ഡ്രസ്സസ് കാര്യങ്ങളെല്ലാം തന്നെ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ വരും. സ്റ്റൈലിങ് മെൻസിൻ്റെ ഗ്രൂമിങ് ബ്യൂട്ടി പ്രോഡക്ട്സ് ക്രീംസ് കാര്യങ്ങളെല്ലാം കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്നും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഈ വീഡിയോയ്ക്ക് താഴെ നമ്മുടെ റെഗുലറായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. എന്തായാലും വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സ്റ്റൈലിങ് ഗ്രൂമിങ് നിങ്ങൾക്കറിയാമല്ലോ അതിനെക്കുറിച്ച്. ഷർട്ട്സ് ജീൻസ് ഷൂസിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം എങ്ങനെയാണ് നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നടക്കുന്നുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയാം. ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നടക്കാനുള്ള പരിപാടികളാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നത് ചെറിയ ബഡ്ജറ്റിൽ. ഓക്കെ, അതും അതിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഒരുപാട് കമൻസ് കഴിഞ്ഞ 4 മാസമായിട്ട് 1300ഓളം കമൻസ് റിപ്ലൈ ഞാൻ ചെയ്തിട്ടില്ല, പെൻഡിങ് ആയിട്ട് കിടക്കണം. എനിക്കൊന്നത് ആകെ വൈകുന്നേരം ആകുമ്പോഴാണ് ഫ്രീ ആവുന്നത്. അപ്പോൾ ആ സമയത്ത് വന്ന് കമൻറ്റ് റിപ്ലൈ ചെയ്യാനാണ് കുറച്ചേരം കിടക്കാനാണ് വിചാരിക്കുക. പിന്നെ ഫാമിലി ഉണ്ട്, അവരോട് കുറച്ചൊരു ഇരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആകെ ഇതായിപ്പോയി. അപ്പോൾ കമൻസ് ഞാൻ നോക്കട്ടെ, ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ നോക്കാം. അതുകൂടാതെ പഴയ കമൻസ് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാത്തതുണ്ടെങ്കിൽ പുതിയതായിട്ടിരുന്ന വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ഇട്ടു, ഷുവറായിട്ട് ഞാൻ റിപ്ലൈ ചെയ്തേക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇനി ഷോറൂമിൽ ചോദിക്കേണ്ട കേസാണെങ്കിൽ ഷോറൂമിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാൻ പറയുള്ളൂ. ഓക്കെ, ഇപ്പോൾ കുറച്ചധികം പുതിയ വണ്ടികൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓടിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പിന്നെ കുറച്ച് കസ്റ്റമേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പുതിയ വണ്ടികളുടെ കസ്റ്റമേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും വിട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിനി എന്താ പറയുക പുതിയ വണ്ടികളുടെ വീഡിയോസ് കൂടാതെ ഇപ്പോൾ വാഹനം ഉപയോഗിക്കുമ്പോൾ അതിന് ചെറിയ ഇപ്പോൾ റോട്ടിപ്പെട്ടൊക്കെ പോലെ നമ്മൾ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും കാര്യം വണ്ടി സ്റ്റാർട്ടാവാതെ വരികയായിരിക്കും.
അല്ലെങ്കിൽ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോയിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ റോഡിൽ പെടുക, ചെറിയ ചെറിയ ടിപ്സ്, ട്രിക്സ്, പിന്നെ ആക്സസറീസ്, വാഹനത്തിൽ യൂസ് ചെയ്യാവുന്ന ആക്സസറീസ്, പിന്നെ എന്താ പറയുക പോളിഷസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചാനലിൽ ആഡ് ചെയ്യുന്നതാണ്. ഇനി തൊട്ട് വീഡിയോസ്, അതിൻ്റെ ഷോർട്സ് വീഡിയോസ് എല്ലാം ചെറിയ രീതിയിൽ, കൂടുതലും വാഹനങ്ങളിൽ തന്നെ ആയിരിക്കും, 2 വീലേഴ്സിൻ്റെ വീഡിയോസ് തന്നെ ആയിരിക്കും. എന്നാലും ഇതുപോലുള്ള ചെറിയ ചെറിയ ട്രിക്സുകൾ, ഇപ്പോൾ വാഹനത്തിൻ്റെ ബാറ്ററി എവിടെ ഇരിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ സീറ്റ്, ചില മോട്ടോർ സൈക്കിളിലേക്ക് സീറ്റിൻ്റെ ലോക്ക് എവിടെയെന്ന് അറിയാൻ പറ്റില്ല ആളുകൾ, അപ്പോൾ അത് എവിടെ ഇരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതോട് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. പിന്നെ ചില സ്വിച്ചസിൻ്റെ കാര്യങ്ങൾ, ഡിജിറ്റൽ മീറ്റർ ആണെങ്കിൽ അതിൽ ചില ഇൻഡിക്കേറ്റേഴ്സ്, LED ഇൻഡിക്കേറ്റേഴ്സിൻ്റെ മീനിങ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിനി ചാനലിൽ ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് 2025 ജനുവരി തൊട്ട് നമ്മൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് ശരിക്കും 2023 ഒക്ടോബറിലാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾ ഈ 10,000 പേരിൻ്റെ കൂടെ ഉണ്ട്. എപ്പോഴും ഉണ്ടാവണം, നമ്മുടെ ചാനൽ വളരാൻ സമ്മതിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് പറയാണ്. അപ്പോൾ ഇനി തൊട്ട് ഡെയിലി വീഡിയോസ് വരുന്നതാണ്, ഡെയിലി ഇല്ലെങ്കിലും ഒന്നരാടെങ്കിലും വീഡിയോസ് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് പറയാനാണ്. എല്ലാ സപ്പോർട്ടും താങ്ക് യു സോ മച്ച്.